ഹായ് ഫ്രണ്ട്സ്, പൂക്കളം എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ദുൽഖർ സൽമാനെയാണ് വരയ്ക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം പുരുകത്തിൻ്റെ പോർഷനാണ് വരയ്ക്കാൻ ഉദ്ദേശിച്ചില്ല. അങ്ങനെ നമ്മൾ പടത്തിൽ കണ്ടിരിക്കും പോലെ പുരുകത്തിൻ്റെ ഒരു പോർഷൻ വരച്ചു. ലെഫ്റ്റ് സൈഡ് പോർഷനും ഞാൻ ഈ ഫിഗർ തന്നിരിക്കും പോലെ വരച്ചെടുക്കുക. കണ്ണിൻ്റെ പോർഷനാണ് ഇപ്പോൾ വരച്ചത്, അതും ഫിഗറിൽ തന്നിരിക്കും പോലെ തന്നെ വരച്ചെടുക്കുക. അതിനുള്ളിൽ കൃഷ്ണമണിയും നമ്മൾ വരച്ചിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിലും കണ്ണിൻ്റെ പോർഷൻ വരയ്ക്കുക. താഴത്തെ പോർഷനും കണ്ണിൻ്റെ പോർഷൻ വരച്ച് ഫില്ല് ചെയ്യേണ്ടതാണ്. ഇനി നമ്മൾ അതിൽ കൃഷ്ണമണി വരച്ച് കംപ്ലീറ്റ് ചെയ്താൽ നമുക്ക് അതുമാവും. അങ്ങനെ നമുക്ക് കണ്ണിൻ്റെ പോർഷനും വരച്ച് കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള പോർഷൻസ് നോക്കാം. മാക്സിമം നമ്മൾ പറയും പോലെ തന്നെ വരയ്ക്കാൻ ശ്രമിക്കുക. ഇനി നമ്മൾ ആ നോസിൻ്റെ പോർഷനാണ് വരയ്ക്കാൻ ഉദ്ദേശിച്ചത്. അതായത് പുരുകം കണക്ട് ചെയ്ത് നോസിൻ്റെ പോർഷൻ ഇതുപോലെ വരച്ചെടുക്കുക. ഓക്കെ, ഇനി നോസിൻ്റെ താഴെയുള്ള പോർഷനും വരച്ചെടുത്തു. അങ്ങനെ നമ്മൾ ഇത്രയും കംപ്ലീറ്റ് ചെയ്തെടുത്തു. ഇനി മൂക്കിൻ്റെ ബാക്കി പോർഷനും കംപ്ലീറ്റ് ചെയ്തെടുത്തു. അപ്പോൾ ഇത്രയും വളരെ നല്ല കൃത്യമായിട്ട് തന്നെ വരയ്ക്കാൻ പറ്റി. ഇനി നെറ്റിയുടെ പോർഷൻ അതും കറക്റ്റായിട്ട് തന്നെ വരച്ചെടുക്കുക. ബാക്കിയുള്ള നെറ്റിയുടെ പോർഷനും സിമ്പിളായിട്ട് തന്നെ നമുക്ക് വരച്ചെടുക്കാൻ പറ്റുന്നതാണ്. ഇനി ബാക്കിയുള്ള കർവ് ലൈൻ വരയ്ക്കുക. നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ ഫേസിൻ്റെ പ്രപ്പോർഷൻ വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞിരുന്നു. അത് കാണാത്തവർ ആ വീഡിയോ പോയി കാണുക. അതെന്തായാലും ഹെൽപ്ഫുള്ളാണ്. കാര്യം ഏത് ഫേസ് വരച്ചാലും പ്രപ്പോർഷൻ ശരിയായാലേ കറക്റ്റായിട്ട് വരത്തുള്ളൂ. ഓക്കെ, ഇനി നമ്മൾ ആ ഹെയർ പോർഷൻ്റെ ബാക്കി പോർഷൻസാണ് വരയ്ക്കുന്നത്. അതും വരച്ച് കംപ്ലീറ്റ് ചെയ്തു. ഫ്രീ ഹാൻഡായിട്ട് മാക്സിമം ഈ കർവ് ഫിഗർ തന്നിരിക്കുമ്പോഴത്തെ കർവ് നന്നായിട്ട് വരയ്ക്കുകയാണെങ്കിൽ ഈ ഫിഗർ കറക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടുന്നതാണ്. ഇനി നമ്മൾ താടിയുടെ പോർഷനാണ് വരയ്ക്കുന്നത്. അതും ഞാൻ കുറച്ച് കർവ് ലൈൻ വെച്ച് വരച്ച് ഉണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഞാൻ റെഫറൻസ് ഫോട്ടോ അനുസരിച്ചാണ് ഞാൻ വരയ്ക്കുന്നത്. റെഫറൻസ് ഫോട്ടോ നോക്കിയിട്ട് എങ്ങനെയാണോ അതിൽ വരച്ച് കൊടുത്തേക്കുന്നത് അതുപോലെ ഞാൻ ഇപ്പോൾ ചുണ്ടാണ്, ഈ ചുണ്ടിൻ്റെ പോർഷൻ ഞാൻ അതുപോലെ വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ വരച്ചിട്ട് നമ്മൾ അതിൽ കളർ ചെയ്ത് എടുക്കുന്നതാണ്, അല്ലെങ്കിൽ ഷെയ്ഡ് ചെയ്തെടുക്കുന്നതാണ് ഡ്രോയിങ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി ലിപ്പിൻ്റെ ലോവർ പോർഷൻ വരച്ചു, അപ്പർ പോർഷൻ ലിപ്പ് വരച്ചു. ഇനി നമ്മൾ ആ കവിളിൻ്റെ പോർഷൻ വരയ്ക്കേണ്ടതായിട്ടുണ്ട്. അതും നമ്മൾ വരച്ച് കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ ആ പല്ലിൻ്റെ പോർഷൻ ഒന്ന് വരച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ റെഫറൻസ് ഇമേജ് വെച്ചിട്ട് അതിനകത്ത് എങ്ങനെയാണോ തന്നിരിക്കുന്നത് അതുപോലെയാണ് വരയ്ക്കുന്നത്. ഇനി നമ്മൾ ആ കവിളിൻ്റെ പോർഷൻ വരച്ച് കംപ്ലീറ്റ് ചെയ്തു. നമ്മൾ ഈ പ്രപ്പോർഷൻ മനസ്സിലാക്കി വയ്ക്കുക. ഫിഗർ റെഫറൻസ് എടുത്തിട്ട് അതുപോലെ വരച്ചെടുക്കാൻ ശ്രമിക്കുക. മാക്സിമം നമ്മൾ എഫേർട്ട് എടുക്കുക. അതുവഴി നമുക്ക് ആരെ വേണം വരയ്ക്കാൻ പറ്റും. ഇനി നമ്മൾ താടിയുടെ പോർഷനാണ് ഇപ്പോൾ വരച്ചത്. ഇനി മുകളിലോട്ട് വരയ്ക്കുക. അപ്പോൾ ഈ ചാനലിൽ തന്നിരിക്കുന്ന ഡ്രോയിങ്സൊക്കെ നമ്മൾ വരച്ച് പഠിക്കുക. ഇനി നമ്മൾ ഇയർ പോർഷനാണ് ഇപ്പോൾ വരച്ചിരിക്കുന്നത്. നമ്മൾ എത്രമാത്രം വരച്ചുകൊണ്ടിരിക്കുന്നു അത്രമാത്രം നമ്മുടെ കഴിവ് വർദ്ധിക്കും. അതാണ് ഡ്രോയിങ്ങിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി ഇയർ പോർഷൻ്റെ നമ്മൾ ബാക്കിയുള്ള പോർഷൻസൊക്കെ വരച്ച് കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ്. ഇയറിൻ്റെ ബാക്കിയുള്ള പോർഷൻസൊക്കെ വരയ്ക്കുന്നത് എങ്ങനെയെന്ന് ഫിഗർ തന്നിട്ടുണ്ട്, അതുപോലെ നോക്കി വരച്ചെടുക്കുക. ഇനി ഇയറിൽ കുറച്ച് ഡീറ്റെയിലിംഗ് നമ്മൾ ചെയ്തിട്ടുണ്ട്, അതും ഫിഗർ തന്നിരിക്കുന്ന പോലെ ചെയ്യുക. ഇനി നമ്മൾ ഹെയർ പോർഷനൊക്കെ വരയ്ക്കാനിരിക്കുന്നു. ഹെയർ പോർഷൻ നമ്മൾ കുറച്ച് കർവായിട്ട് ഇങ്ങനെ ഫിഗർ തന്നിരിക്കും പോലെ വരച്ചെടുക്കുക. ബാക്കി കർവായിട്ട് വരച്ചെടുക്കുക. ഇനി അത് വരച്ച് ജോയിൻ ചെയ്ത് എടുക്കേണ്ടതാണ്. അപ്പോൾ ഡ്രോയിങ്ങിൻ്റെ ബേസിക്സ് മനസ്സിലാക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഒരു ഡ്രോയിങ് വരയ്ക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കിയിട്ടാണ് ഇങ്ങനത്തെ ഡ്രോയിങ്സ് ഒക്കെ ചെയ്യേണ്ടത്. ഇനി നമ്മൾ മുകളിലത്തെ ഹെയർ പോർഷൻ വരച്ച് കംപ്ലീറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇനി താഴോട്ട് വരച്ച് കംപ്ലീറ്റ് ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വരയ്ക്കാൻ പറ്റിയ രീതിയിലാണ് നമ്മളിവിടെ ദുൽഖർ സൽമാനെ വരച്ചിരിക്കുന്നത്. ഏകദേശം ദുൽഖർ സൽമാൻ ആയിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. നെക്ക് പോർഷൻ വരച്ചു. ഇനി നമ്മളത് കുറച്ച് ഷെയ്ഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവത്തുള്ളൂ അത് അപ്പോൾ ഒരു പൂർണ്ണതയിൽ എത്തുമോ ഇല്ലയോ. ഏതായാലും നമ്മൾ ഷേപ്പ് വൈസും പ്രപ്പോർഷൻ വൈസും നോക്കുമ്പോൾ കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്.
ഇനി നമ്മൾ നെക്ക് പോർഷൻ വരച്ചു, ബോഡിയുടെ പോർഷനാണ് ഇപ്പോൾ വരച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഫുള്ളായിട്ട് വരച്ച് കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, അവിടെ ഒരു സ്കാർഫിൻ്റെ ഒരു പോർഷനാണ്, അത് വരച്ചു. ബാക്കി ഇങ്ങോട്ടുള്ള സ്കാർഫിൻ്റെ പോർഷൻ വരച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ഫിഗർ തന്നിരിക്കും പോലെ വരച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും നല്ല രീതിയിൽ ഇത് കംപ്ലീറ്റ് ചെയ്ത് അടിപൊളിയായിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയ ഫിഗറാണ്. ഇനി റൈറ്റ് സൈഡിലെ പോർഷൻസ് സ്കാർഫിൻ്റെ പോർഷൻ കർവായിട്ട് വരച്ചെടുക്കുക. ബാക്കിയുള്ള പോർഷൻസും വരയ്ക്കേണ്ടതാണ്. റൈറ്റ് സൈഡിലെ പോർഷൻ വരയ്ക്കണം, സ്കാർഫിൻ്റെ കർവ് ലൈൻസും വരച്ച് കംപ്ലീറ്റ് ചെയ്ത് എടുക്കേണ്ടതാണ്. ഓക്കെ, റൈറ്റ് സൈഡിലെ പോർഷൻ വരച്ചുകൊണ്ടിരിക്കുകയാണ്. സ്കാർഫ് പോർഷൻ വരച്ച് കംപ്ലീറ്റ് ചെയ്തു. ഈ ബോഡിയുടെ കുറച്ച് പോർഷൻ കൂടെ വരയ്ക്കാനുണ്ട്, അതും വരച്ച് കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഔട്ട്ലൈൻ വരച്ചൊരു ഫിഗർ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇതിനെ ഷെയ്ഡ് ചെയ്തെടുക്കേണ്ടതാണ്. ഐ പോർഷൻ ഞാൻ ബ്ലാക്ക് ചെയ്തെടുത്തു, താടിയുടെ പോർഷൻ നമുക്ക് ബ്ലാക്ക് ചെയ്തെടുക്കാം. കുറച്ച് ബ്ലാക്ക് അപ്ലൈ ചെയ്താൽ മതി, നമുക്ക് താടിയുടെ പോർഷനും കിട്ടി. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ടാണ് നമ്മളിവിടെ വരച്ചിരിക്കുന്നത്. അപ്പോൾ ദുൽഖർ സൽമാൻ ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ വരച്ചത്. ചെറുതായിട്ട് ഷെയ്ഡ് ചെയ്തൊരു ഫിഗറാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, സിമ്പിളായിട്ട് വരയ്ക്കാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇനിയും ഒരുപാട് നല്ല നല്ല ഡിസൈനുകൾ ലഭിക്കാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ഈ വീഡിയോ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ ഇറ്റ്സ് ബൈ ഫ്രം പൂക്കളം ടീം.